ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്നത് ഡെൽ ഇൻസ്പിരിയൺ 342 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കംപ്ലൈൻസ് എന്താ, കസ്റ്റമർ ഡെഡ് ആണെന്ന് പറഞ്ഞാൽ നമുക്കിത് ഡി സി കൊടുക്കുക. ഡി സി കൊടുക്കുന്ന സമയത്ത് ഞാൻ ഓൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് ട്രിപ്പായി പോകണം. ഈ OCP OVP ഓൺ ചെയ്തിട്ടാണ് സാധനം 2 ആംപിയറിൽ ട്രിപ്പായിട്ട് പോവുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, ഇത് ഓപ്പൺ ചെയ്യാം. ഈ ബോർഡ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫുള്ള് ഡസ്റ്റ് നിറച്ചുണ്ട്. അതേമാതിരി തന്നെ ഈ ഫംഗസ് കാണുന്നുണ്ട്. ഈ ഒരു സെക്ഷനിൽ കാണുന്നത് എങ്ങനെയാ വെച്ചാൽ 3 വോൾട്ട് 5 വോൾട്ടിൻ്റെ IC ഇത് നിറച്ച് കണ്ടില്ലേ, ഇതിൻ്റെ മേലെ തന്നെ ഫുള്ളായിട്ട് കിടക്കുകയാണ്. ഇത് നേരെ IO ആണ് ഈ കാണുന്നത്. IOൻ്റെ ഈ സൈഡിലൊക്കെ അത് കച്ചറൊക്കെ പാടെ കാണുന്നത്. ഇവിടെ ഈ കാൺട്രാ കാണുന്നത് DC കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇടി ട്രിപ്പായി പോകുന്നുണ്ട്. ഇവിടെയൊക്കെ നിറച്ച് കച്ചറ കാണുന്ന ഈ ഭാഗത്ത്, ഇതിൻ്റെ അകത്തൊക്കെ കാണുന്നത് ബോർഡിന് വെളിയെടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാം. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ ഈ ലാപ്ടോപ്പ് എങ്ങനെയാ വെച്ചാൽ ഇനി നമുക്ക് ബോർഡ് പുറത്തെടുത്തതിന് ശേഷം നമുക്ക് സർവീസ് ചെയ്തെടുക്കുക. ഫ്രണ്ട്സ്, ഈ ബോർഡിന്റെ കംപ്ലൈൻസ് എന്താണെന്നുണ്ടെങ്കിൽ 3 വോൾട്ട് LDOന്റെ സെക്ഷനിലാണ് കംപ്ലൈന്റ്. അത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എങ്ങനെ വെച്ചാൽ ഫിൽറ്റർ ഒക്കെ കംപ്ലൈൻസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഫിൽറ്ററും കംപ്ലൈന്റ് കാണുന്നത്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇത് ഡിസ്പ്ലേക്ക് ഒന്ന് വെച്ച് നോക്കാം. ഡിസ്പ്ലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് വർക്കിംഗ് ഓക്കെ ആണ്, പക്കായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഫംഗ്ഷനൊക്കെ ആയിട്ട് ഫുള്ള് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇത് ഓൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് ഓൺ ചെയ്യുന്ന സമയത്ത് സിസ്റ്റം വർക്കിംഗ് ആണ്. DC ഡിസ്പ്ലേ ഓക്കെ, ഡിസ്പ്ലേ കയറി വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കംപ്ലൈൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ലാപ്ടോപ്പ് എടുത്തതിന് ശേഷം പിന്നെ ഇത് സർവീസ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇതിലൊക്കെ ഡസ്റ്റ് ആണ് കിടക്കുന്നത്. ഇതിൽ ഫുള്ള് കംപ്ലീറ്റ് ഫിൽറ്റർ കംപ്ലൈന്റ് ആണ്. അതേമാതിരി തന്നെ ഇനി വെച്ചാൽ ലീക്കേജ് ഐസ് ഉണ്ടാകും നോക്കേണ്ടി വരും. അപ്പൊ ലീക്കേജ് ഉള്ള ഐസ് ഒക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.